പ്രേസ് ലോഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അത് അടുപ്പിക്കുന്നതിനും മുഖാന്തരമായി തീരുന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രിയ സഹോദരനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ വിടുവിച്ച വലിയൊരു വിടുതലിൻ്റെ സാക്ഷ്യമാണ്. കേൾവിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു. ആ പ്രിയ സഹോദരനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ലിജു എന്തുകൊണ്ട്? ദൈവത്തിന്റെ കൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ലിജുവിൻ്റെ സാക്ഷ്യം അനേകർക്ക് വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. നിന്റെ ദാസന വിവരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാനുള്ള കൃപ കൊടുത്താട്ട് കേൾവിക്കാർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ, ജീവിക്കുന്നവനായ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും കൂടെ പറഞ്ഞു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടിവിയിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, പ്രിയ ദേവദാസിക്കും, വീണ്ടും വരുന്നവരെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് ഓൺലൈനായിരിക്കുന്നത്. ഞാൻ പട്ടം ഭാഗത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ പപ്പ, ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. ഓക്കെ ഓക്കെ ലിജു. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ സഹോദരന് നൽകി തരികയാണ്. കർത്താവ് വിടുവിച്ച വിടുതലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഹല്ലേലൂയ. എൻ്റെ പേര് ലിജു എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ, എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി അടങ്ങുന്ന 4 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും എൻ്റെ പപ്പ അടങ്ങുന്ന ഒരു കുടുംബമാണ്. എൻ്റെ അമ്മയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ അറിഞ്ഞത്. അമ്മ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ തന്നെ എന്നെ, എൻ്റെ ചേച്ചിയെയും ആ വിശ്വാസത്തിലാണ് വളർത്തിയിരുന്നത്. അപ്പൊ ഞങ്ങളും ആ അമ്മയുടെ ആ പാത പിന്തുടർന്ന് വരികയായിരുന്നു. എന്നാൽ എൻ്റെ പപ്പ അപ്പോഴും വിശ്വാസത്തിലൊന്നും അല്ലായിരുന്നു. പെന്തക്കോസ്തിനൊക്കെ എതിരായിരുന്നു. ചർച്ചിലൊന്നും വരാതെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നൊരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോ പപ്പ സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വരികയും ആലയത്തിന്റെ ഒരു മൂപ്പന്റെ സ്ഥാനം പോലെ ആ ഒരു മുതിർന്ന ഇരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ ഒരു ദേവദാസനാക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷെ അമ്മ ഇതെല്ലാം എന്നോട് എപ്പോഴും പറഞ്ഞാലും ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. പലപ്പോഴും വീട്ടിൽ ഉപവാസ പ്രാർത്ഥനകൾ വെക്കുമ്പോൾ വരുന്ന ദേവദാസന്മാരെല്ലാം എൻ്റെ തലയിൽ കൈവച്ച് പ്രവചിക്കും. ദൈവവിളിയുള്ള ഒരു മകനാണ്, കർത്താവിന്റെ വേല ചെയ്യണമെന്നെല്ലാം പറയും. അപ്പോൾ നിരന്തരം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ഭയത്തില് ഉപരി ഒരു താല്പര്യമില്ലായ്മ തോന്നി. പാസ്റ്റർ ആവേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഫാസ്റ്റിംഗ് പ്രെയർ വീട്ടിൽ വെക്കുമ്പോൾ ഞാൻ അതിലൊന്നും ഇരിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു.
അതിനുശേഷം എന്റെ ഉള്ളില് ഒരു അമ്മ മരിച്ച ദുഃഖവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. സന്തോഷം വേറൊന്നുമല്ല, ഇനി എന്നെ ആര് ഈ പാസ്റ്ററാക്കാൻ നിർബന്ധിക്കത്തില്ലല്ലോ. അമ്മയല്ലേ ഉണ്ടായിരുന്നത്. അപ്പം അമ്മ പോയല്ലോ, ഇനിയിപ്പോ എന്തായാലും എനിക്ക് എന്റെ തോന്നിയ ഇഷ്ടത്തിന് നടക്കാം. പാസ്റ്റർ ഒന്നും ആവണ്ട. ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അങ്ങനെ +2 കഴിഞ്ഞു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക്, ഫസ്റ്റ് ഇയർ പകുതി ആയപ്പോൾ ഞാൻ പുകവലി ചെറുതായിട്ട് തുടങ്ങി. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ മദ്യപാനം തുടങ്ങി. തേർഡ് ഇയർ ആയപ്പോൾ എന്റെ കയ്യിലില്ലാത്ത പാപ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് തേർഡ് ഇയറിൽ എക്സാം പോലും എഴുതാൻ കഴിയാതെ കോളേജിൽ ഒരു അടിപിടി ഉണ്ടാക്കി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങേണ്ടുന്ന ഒരു അവസ്ഥ വന്നു. ആ ഡിഗ്രി കഴിഞ്ഞിട്ടും പിന്നെ ഈ പാപ ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. മദ്യപാനവും പുകവലിയും എല്ലാം, ആ, കൂട്ടുകെട്ടും അടിപിടിയെല്ലാം എല്ലാമായിരുന്നു ഒരു പാപ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എങ്കിലും ഉള്ളിൽ ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. ഈ പാപങ്ങളെല്ലാം ചെയ്യുമ്പോഴും ഞായറാഴ്ചകളിൽ ഞാൻ ആരാധനയ്ക്ക് പോകും. ആരാധനയ്ക്ക് പോയിട്ട് മാത്രമേ എന്ത് പാപം ചെയ്യൂ. ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ ഞാൻ മദ്യപിക്കാനാണ് പോകുന്നത്. എങ്കിലും ഉള്ളില് ആ അമ്മ തന്ന ആ ഒരു ദൈവഭയം ഉള്ളത് കൊണ്ട് ഈ ആത്മീയ കാര്യങ്ങളിൽ മുടക്കാൻ കഴിയില്ല. എങ്കിലും എന്നാൽ ഈ പാപം ഉപേക്ഷിക്കാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. പലപ്പോഴും പള്ളിയിലെ പാസ്റ്റർ സ്നാനത്തിന്റെ കാര്യത്തെ പറ്റി പറയും. അപ്പോഴേ എനിക്ക് ഈ പാപ സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ സ്നാനത്തിന്റെ കാര്യം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ വിവാഹം കഴിയുവാനിടയായി. ദൈവം തക്കതായ നല്ലൊരു തുണയെ തന്നെ ദൈവം തരുമാറാക്കി. ഞാനും ആ സമയത്ത് മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. എന്റെ വൈഫ് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. പുള്ളിക്കാരി മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു ആളാണ്. എങ്കിലും എന്റെ വിശ്വാസങ്ങൾക്കൊന്നും എതിരല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ആലയത്തിൽ കടന്നു പോവുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ വൈഫിന് പെട്ടെന്ന് ഒരു തലവേദന വന്നു. അപ്പം തലവേദന സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. ആ തലവേദന ഈ മുഖത്തെല്ലാം നീര് വരുന്ന ഒരവസ്ഥയുണ്ടായി. ഈ വിഷനെല്ലാം വിഷനെല്ലാം ഡബിൾ വിഷൻ ആകുന്ന ഒരു അവസ്ഥയുണ്ടായി. 2 MRI എടുത്തിട്ടും ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞത് ബ്രെയിനിലെ പ്രഷർ കൂടിയിട്ട് അവസ്ഥയാണ്. ബ്രെയിനിൽ നോർമലി വരേണ്ടത് 10 to 20 ആണ് ബ്രെയിനിലെ പ്രഷർ വരേണ്ടത്. എന്നാൽ എന്റെ ഭാര്യയുടെ പ്രഷർ അന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 500ന് പുറത്തുണ്ടായിരുന്നു. മരിച്ചു പോകേണ്ട പ്രഷറായിരുന്നു. എന്നാൽ ദൈവം അവിടെ ഞങ്ങളെ താങ്ങി. ദൈവം മരണത്തെ ഏൽപ്പിച്ചില്ല. ഈ ഈ സംഭവം നടക്കുന്നത് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെയും ദൈവം ഞങ്ങളെ താങ്ങുകയും കരുതുകയും ചെയ്തു. അതിനുശേഷം എന്റെ ഭാര്യയ്ക്ക് നൈറ്റ് എടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ആ ജോലി നഷ്ടപ്പെടുവാനിടയായി. അങ്ങനെ എന്റെ ഭാര്യയെ നോക്കുന്ന ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലീവ് ഇങ്ങനെ എടുത്തത് കൊണ്ട് എന്റെ ജോലി നഷ്ടപ്പെടുവാനിടയായി. ഞങ്ങള് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം രണ്ടുപേരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. പലരോടും ഞാൻ കടം ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. എനിക്ക് എന്തോ കടം ചോദിക്കുന്നത് നാണക്കേടാണ്. എന്നാൽ ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് വീടിന്റെ വാടകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ട് കടം ചോദിക്കേണ്ടി വന്നു, കടം വാങ്ങേണ്ടി വന്നു. എന്നാൽ പലപ്പോഴും കടം വാങ്ങുന്ന അവസരങ്ങളിൽ അത് ആ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവം ഞങ്ങളെ അവിടെയെല്ലാം കരുതി. അങ്ങനെ ഇരിക്കെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ പണ്ട് +2ലെയും
ഡിഗ്രിയുടെയും വെക്കേഷനൊക്കെ വരുമ്പോൾ ഈ പെയിന്റിങ് ജോലിക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഒരു ജോലി അറിയാലോ, എന്നാ പിന്നെ അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് പെയിന്റിങ് ജോലിക്ക് പോകാൻ ഇടയായി. പെയിന്റിങ് ജോലിക്ക് പോകുന്ന അവസരത്തിൽ തന്നെ വൈകുന്നേരം വരുമ്പോഴെല്ലാം എന്റെ കാലിൽ നീരനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ കരുതി ഈ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഈ കാലിൽ നീര് വരുന്ന ഒരവസ്ഥ ഉണ്ടായെന്ന് വിചാരിച്ചു. ഞാനത് കാര്യമാക്കിയില്ല. പിന്നെ പിന്നെ ആയപ്പോൾ എന്റെ യൂറിനില് പത വരാൻ തുടങ്ങി. അതും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചു. അത് അത്ര കാര്യമായിട്ട് കരുതിയില്ല. പിന്നെ പിന്നെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും പ്രയാസങ്ങളും അനുഭവപ്പെട്ടു. എന്റെ ഹാർട്ട് ബീറ്റ് കൂടി. സംസാരിക്കുമ്പോഴും ഞാനിങ്ങനെ കിതയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണെന്ന് അറിയത്തില്ല. എന്റെ ഭാര്യ നേഴ്സാണെങ്കിലും ഈ ബുദ്ധിമുട്ടെല്ലാം കണ്ടിട്ട് ഭാര്യ പറഞ്ഞു, നമുക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കടന്നു പോയി. പിന്നീടായപ്പോ എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ പോകാം. അങ്ങനെ ഞങ്ങള് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുവാൻ ഇടയായി. അപ്പൊ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളെല്ലാം പറഞ്ഞു. ആ ടെസ്റ്റുകളെല്ലാം ചെയ്തു, റിസൾട്ട് എല്ലാം നോർമൽ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ല, ഏഹ് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെയും കൂടി കാണിക്കുന്നത് നല്ലതായിരിക്കും. കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയില്ല. കാരണം ഈ ഹാർട്ടിലെ ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമൽ ആയിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് നെഫ്രോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെ കാണുവാൻ ഇടയായി. ഡോക്ടറും കുറച്ച് ടെസ്റ്റുകളെല്ലാം എഴുതി തന്നു. ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് വന്നത് എനിക്ക് പ്രതികൂലമായിട്ടായിരുന്നു. ആ ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ 2 കിഡ്നിയും ഫെയില്യൂർ ആയി പോയി. ഇതിപ്പോ ഫൈനൽ സ്റ്റേജ് ആയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ട് മാനസികമായിട്ട് അങ്ങ് തകർന്നു പോയി. കാരണം ആദ്യമായിട്ട് ഒരു രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഡോക്ടർ പറയുവാണ്, ഇതിപ്പോ അവസാനത്തെ സ്റ്റേജ് ആയിപ്പോയി, നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഡയാലിസിസ് വേണമെങ്കിൽ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന്. ഞങ്ങള് ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി. അപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഡോക്ടർ കുറച്ച് ടാബ്ലറ്റ്സ് തന്നു. ആ ടാബ്ലറ്റ്സ് കഴിച്ച് മുന്നോട്ട് പോയി. ഇതിനിടയിൽ ഒരു ഒരു സംഭവമുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പലപ്പോഴും ഈ പാസ്റ്റർ സ്നാനപ്പെടാൻ പറയുമായിരുന്നു. ഞങ്ങളത് നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കഷ്ടതകളും പ്രതികൂലങ്ങളും കടന്നു വന്നു. അപ്പൊ ഞങ്ങൾ കരുതി ഇത് സ്നാനപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്നെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. സ്നാനപ്പെടാൻ തീരുമാനിച്ചത് വേറെ കർത്താവിനോട് ചേരുവാനോ അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരുവാനോ അങ്ങനെ ഒന്നും കൊണ്ടല്ല സ്നാനപ്പെടാൻ തീരുമാനിച്ചത്. ഭൗമിക നന്മകൾ പ്രതീക്ഷിച്ചാണ് സ്നാനപ്പെടുവാൻ ഇടയായത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടും സ്വന്തമായ വീട് ലഭിക്കാൻ വേണ്ടിയിട്ടും വാഹനം ലഭിക്കാൻ വേണ്ടിയിട്ടും വേണ്ടി മാത്രമാണ് സ്നാനപ്പെടാൻ തീരുമാനിച്ചത്. എന്നാൽ അതിന്റെ എല്ലാം വിപരീതമായിട്ടാണ് സംഭവിച്ചത്. സ്നാനപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഈ രോഗം വന്നത്. ദൈവം ഞങ്ങളെ ഓരോന്നോരോന്നായി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഈ സ്നാനപ്പെടുന്നത് അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നത് ഭൗമികപരമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആ തെറ്റിദ്ധാരണ മാറ്റി തന്നു. ഞങ്ങൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുവാൻ അനുഭവങ്ങളിലൂടെ പോയപ്പോൾ മനസ്സിലായി,
ഈ ഭൂമിയിൽ ലഭിക്കുന്ന നന്മകളൊന്നും അല്ല നന്മ. കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് ഞാൻ തിരിച്ചറിയാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഈ രോഗം വന്നത്. ഞാനിങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുവാനും ഇടയായത്. അങ്ങനെ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ രോഗം കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ദൈവം ഞങ്ങൾക്ക് ഒരു ആൺ തലമുറയെ തരുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കെ തന്നെ എന്റെ മോന്റെ 1 വയസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അത് നമ്മള് ചെറിയ രീതിയിൽ ആഘോഷിച്ചു. ആ ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടില് കടന്നു വന്നതിന് ശേഷം ഞാന് ഉപയോഗിച്ച ടവല് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ സ്റ്റാൻഡിൽ ഇടാൻ വേണ്ടി എടുത്തപ്പോ അതില് ഭയങ്കര യൂറിന്റെ സ്മെല്ല്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാന് അങ്ങനെ ബാത്റൂമിലൊന്നും പോയിട്ടില്ല. പിന്നെ ഇതെങ്ങനെ യൂറിന്റെ സ്മെല്ല് വന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് ഞാൻ ഓർത്തത്, ഞാൻ ഈ മുഖം വീർത്തപ്പോൾ ആ ടവൽ വെച്ച് എന്റെ മുഖമെല്ലാം തുടയ്ക്കുവാൻ ഇടയായി. അപ്പോഴെന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാം. ആ വിയർപ്പിൽ ഇങ്ങനെ യൂറിന്റെ ഇത് വന്നതാണ്. നമുക്ക് നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം. കാരണം ഡോക്ടർ അന്ന് പറഞ്ഞത് ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ആണ്. 2 ഓപ്ഷനേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ഈ ടാബ്ലറ്റ് കഴിച്ച് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയതാണ്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായത് കൊണ്ടാണ് ഈ ടാബ്ലറ്റ് കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകാൻ ഇടയായത്. അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്, വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ഡയാലിസിസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് മുന്നേ കയ്യിൽ ഒരു സർജറി ചെയ്യണം, ഫിസ്റ്റുല. കൈ വഴിയാണ് ഡയാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ അന്ന് അങ്ങനെ ആ സർജറി ചെയ്യാനായിട്ടെല്ലാം എഴുതി തന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അത് എഴുതി തന്നത്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളിപ്പോ എഴുതി കൊടുത്താലും സീനിയാരിറ്റി നോക്കും. സീനിയാരിറ്റി കഴിഞ്ഞ് എങ്ങനെ പോയാലും ഒരു 6 മാസം പിടിക്കും, അല്ലെങ്കിൽ 1 വർഷം ഈ സർജറി ചെയ്യണമെങ്കിൽ. എന്നിട്ട് ഞാനിങ്ങനെ ടാബ്ലറ്റ് കഴിച്ച് മുന്നോട്ട് ജീവിക്കുകയായിരുന്നു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം എന്റെ ഫോണിൽ ഒരു കോള് വന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, സർജറി ചെയ്യാൻ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കടന്നു വരണമെന്ന് പറഞ്ഞു. എന്നെ രാവിലെ വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു വരണം എന്ന് പറഞ്ഞു. ഇത് സത്യമായിട്ട് ഒരു ദൈവപ്രവൃത്തിയാണ്. കാരണം 6 മാസം അല്ലെങ്കിൽ 1 വർഷം എടുക്കേണ്ട ആ ഒരു സർജറിയാണ്, സീനിയാരിറ്റി കിട്ടേണ്ടതാണ്. എന്നാൽ എന്റെ ദൈവം 2 ആഴ്ച കൊണ്ട് ആ സർജറി ചെയ്യുവാൻ ഇടയാക്കി. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് സർജറി ചെയ്യാൻ വേണ്ടി കടന്നു പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർജറിക്ക് കയറുന്നത്. ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ വരെ പേടിയുള്ളൊരു ഞാനാണ്. പക്ഷേ എനിക്കറിയത്തില്ല, ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞാൻ കയറി. അതിനകത്ത് കയറി ആ ലൈറ്റ് എല്ലാം കണ്ടപ്പോൾ തന്നെ എന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയി. ഞാന് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ വിറയ്ക്കുവാൻ തുടങ്ങി എന്റെ ശരീരം. 3, 4 ബ്ലാങ്കറ്റ് ഇട്ടിട്ടും എന്റെ വിറയല് മാറുന്നില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിനകത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ആ ഒരു ടെൻഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ എന്റെ മനസ്സിൽ തോന്നി, ഒന്ന് സ്തോത്രം പറയും നോക്കാം, ഒരു ധൈര്യം കിട്ടും. ആ സർജറി യഥാർത്ഥത്തിൽ ഒരു 3.5, 4 മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു. ഞാൻ ആ 4 മണിക്കൂർ നിർത്താതെ സ്തോത്രം പറഞ്ഞുകൊണ്ട് കിടന്നു. എന്നെ സർജറി ചെയ്ത ഡോക്ടർമാർ ചോദിച്ചു, നീ എന്തോ കണക്ക് കൂട്ടുകയാണ്? ഞാൻ പറഞ്ഞല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ആ സ്തോത്രം പറഞ്ഞു തുടങ്ങിയതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യം എന്റെ ദൈവം എനിക്ക് തന്നു. ആ സർജറി തീരും വരെ എനിക്ക് ഒരു ടെൻഷനോ ഒരു കുഴപ്പമോ ഇല്ലായിരുന്നു.
അങ്ങനെ ആ സർജറി സക്സസ് ആയിട്ട് കഴിഞ്ഞു. ഞാൻ ഞാൻ പറഞ്ഞതിന്റെ ഈ സ്തോത്രത്തിന്റെ ആ ഒരു പവർ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ഡയാലിസിസിന്റെ ഹോസ്പിറ്റലിൽ കടന്നു പോവുകയാണ്. അപ്പോഴവിടെ പോയപ്പോൾ ചില ചില രോഗികളെ ഞാൻ കാണാനിടയായി. വലത് കൈയിൽ ഈ സർജറി ചെയ്തിട്ട് ശരിയാവാത്തത് കൊണ്ട് ഇടത് കൈയിൽ ചെയ്തവരുണ്ട്. ഈ രണ്ട് കൈകളിലും സർജറി ചെയ്തിട്ട് ശരിയാവാതെ രണ്ട് കാലുകളിലും ഈ സർജറി ചെയ്യുന്നവരുണ്ട്. എന്നിട്ടും ശരിയാവാത്തവര് കഴുത്ത് വരെ ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ ഞാൻ കാണുകയാണ്. ഞാനപ്പോ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ, അങ്ങ് എത്ര വലിയവൻ, എന്നെ എത്രത്തോളം കരുതിയല്ലോ നാഥ. ഞാൻ അവിടെ നിന്ന് സ്തോത്രം പറയാനിടയായി. എന്റെ ആ 4 മണിക്കൂറത്തെ ആ ഒരു സ്തോത്രം വ്യർത്ഥമായില്ല. ദൈവസന്നിധിയിൽ അതൊരു യാഗം പോലെ തന്നെ അർപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം അതിൽ പ്രസാദിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ്. ഈ ഉപജീവന മാർഗമില്ല, വാടക ഭവനമാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു ഡയാലിസിസ് 1200 രൂപയായിരുന്നു ആ സമയത്ത്. 3 ഡയാലിസിസ് എന്ന് പറയുമ്പോൾ മനസ്സിലാവും. എന്നാൽ ദൈവം അവിടെയും ഞങ്ങളെ കരുതി. ആ ഡയാലിസിസിന്റെ തലേ ദിവസം ആകുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ദൈവം ആ കാശ് കൊടുത്തേക്കും. അങ്ങനെ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് കടന്നു പോയി. അതിനിടയ്ക്ക് കോവിഡ് എന്ന മഹാമാരി കടന്നു വന്നു. എല്ലായിടത്തും ലോക്ക്ഡൌൺ ആയിട്ടുള്ള സമയമായിരുന്നു. എന്നാൽ അവിടെയും എന്നെ ഡയാലിസിസിന് കൊണ്ടുപോകാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ദൈവം ഒരുക്കി. ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോയപ്പോൾ ഡയാലിസിസ് ഡയാലിസിസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തില് ഒരു രോഗിയായി തീർന്നത്. കാരണം ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. എപ്പോഴും ലൂസ് മോഷനുള്ള അവസ്ഥ. ശരീരം ഫുള്ളും ഒരു പുകയുന്ന ഒരവസ്ഥ, അതായത് ഒരു നീറുന്ന ഒരവസ്ഥ. ഞാൻ പലപ്പോഴും ബാത്റൂമിന്റെ അവിടെ ഫാൻ ഓൺ ചെയ്തിട്ട് ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കാലിന്റെ പാദം നമ്മൾ ഈ തീയിൽ ചവിട്ടുമ്പോൾ ഉള്ള ഒരവസ്ഥയായിരുന്നു. ഞാൻ പലപ്പോഴും ബേസിലിന് വെള്ളം നിറച്ച് കാലതിന് മുക്കിയിടുമായിരുന്നു. പിന്നെ രാത്രിയാവുമ്പോൾ ചൂടും തണുപ്പും കലർന്നൊരവസ്ഥ വരും. ചൂട് കാരണം ഫാൻ ഇടാനും പറ്റത്തില്ല. എന്നാൽ തണുപ്പ് കാരണം ഷീറ്റ് മൂടാനും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇങ്ങനെയെല്ലാം അവസ്ഥയിലൂടെ ഞാൻ മുന്നോട്ട് കടന്നു പോവുകയായിരുന്നു. പിന്നെ എനിക്ക് ഈ ശ്വാസം മുട്ടലിന്റെ ഒരു അസ്വസ്ഥത വരും. അത് ഈ കിഡ്നി ഫെയിലിയർ ആയ പേഷ്യൻസിന് വരുന്ന ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ വരുന്ന ശ്വാസം മുട്ടൽ പോലെയല്ല. സാധാരണ വരുന്ന ശ്വാസം മുട്ടലാണെങ്കിൽ നമുക്കിപ്പോ കുറച്ച് വിക്സ് എടുത്ത് നെഞ്ചിലിട്ടാലോ അല്ലെങ്കിൽ ആവി പിടിച്ചാലോ ഒരു ഇടക്കാല ആശ്വാസം കിട്ടും. എന്നാൽ ഈ കിഡ്നി ഫെയിലിയർ ആയി വരുന്ന പേഷ്യൻസിന് വരുന്ന ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ്. വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ അറിയാമല്ലോ. അങ്ങനത്തെ അവസ്ഥയാണ് ഈ കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്നവർക്കുള്ള ശ്വാസം മുട്ടൽ. പലപ്പോഴും രാത്രിയിൽ ശ്വാസം മുട്ടൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡയാലിസിസ് ചെയ്ത് ആണ് ആ ശരീരത്തിലെ ആ വെള്ളം മാറ്റിയാണ് ശ്വാസം മുട്ടൽ പലപ്പോഴും മാറ്റിയത്. ഇവിടെയെല്ലാം ദൈവം എന്നെ കരുതി. ആമേൻ, സ്തോത്രം. അങ്ങനെ ഡയാലിസിസ് ചെയ്ത് ഞാൻ വളരെയധികം അവശനായി തീർന്നു. കാരണം ഞാൻ പലപ്പോഴും ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു. കാരണം എന്നെ കൊണ്ട് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പലപ്പോഴും ഞാൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയും ദൈവത്തോട് പലപ്പോഴും ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തത്, എന്നെ എടുക്കണമെന്നെല്ലാം പലപ്പോഴും ദൈവത്തോട് പറയുമായിരുന്നു. പക്ഷെ
ദൈവം അവിടെയെല്ലാം എന്നെ താങ്ങി ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ജീവനുള്ള സാക്ഷിയായി നിലനിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ഈ ഡയാലിസിസ് ചെയ്ത് എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോ ഞാൻ ഏകദേശം ഒരു 100-90% മരിക്കേണ്ട അവസ്ഥയായി. ഞാനിപ്പോ കാണുന്ന ഇതൊന്നും അല്ല എന്റെ ആ സമയത്തുള്ള ഇത്. പക്ഷെ അവിടെയും ദൈവം എന്നെ താങ്ങി. എന്റെ ഭാര്യ പറഞ്ഞു, നമുക്കെങ്കിൽ പിന്നെ ട്രാൻസ്പ്ലാന്റിനെ പറ്റി ചിന്തിച്ചാലോ? ഞാനപ്പോ ഞാൻ ചിന്തിച്ചത് ആഴ്ചയിൽ 3 ഡയാലിസിസ് എടുക്കാൻ പെടുന്ന പാട് അറിയാം. അപ്പം ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ചിലവാകുന്നൊരു ഏർപ്പാടാണ്. മാത്രമല്ല ഇതിന് അനേകം കാശ് വേണം. പിന്നെ കിഡ്നി ആര് തരും എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ കോവിഡ് സമയം ലോക്ക്ഡൌൺ ഒക്കെയാണ്. ഇങ്ങനെയെല്ലാം ചിന്തിച്ചിരുന്നപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞില്ല, നമുക്ക് അത് നോക്കാം, കുഴപ്പമില്ല. അപ്പൊ ഞാന് എന്റെ ഭാര്യയോട് പിറുപിറുക്കുവാനിടയായി. ഞാന് ഇത്രയും ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ രോഗം സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുന്നില്ലല്ലോ, സർജറിയിലൂടെയാണ് വിടുതലെന്ന് ചോദിക്കാനിടയായി. അങ്ങനെ ദൈവത്തോട് പിറുപിറുത്തു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഡോണർ ആരെന്നുള്ള ഒരു സംശയം ഉണ്ട്, ഒരു ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ പിതാവ് മുന്നോട്ട് കടന്നു വന്നു, ഞാൻ കിഡ്നി തരാം, ഒരു കുഴപ്പമില്ല, എന്റെ മകനാണല്ലോ, എനിക്ക് കിഡ്നി തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീടുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ സർജറിക്ക് വേണ്ടിയുള്ള കാശാണ്. ഞാൻ എന്റെ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ച് പാസ്റ്റർ വീട്ടിൽ വന്നു. പാസ്റ്റർ അടുത്ത് ഞാൻ ഇങ്ങനെ എന്റെ ഭാര്യയോട് സംസാരിച്ച പോലെ തന്നെയാണ് സംസാരിച്ചത്. ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പാപിയായിട്ട് നടന്നപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നന്നായി ഞാൻ സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണല്ലോ പാസ്റ്റർ എനിക്ക് ഇങ്ങനെ അവസ്ഥ വന്നത്. സർജറിയിലൂടെ അല്ലാതെ ദൈവത്തിനെ വിടുവിക്കാൻ എന്താ കഴിവില്ല എന്ന് പാസ്റ്ററോട് ഞാൻ ചോദിച്ചു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ആർക്കും അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്നെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനിടയായി. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാല്, ബിജു, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവം വാതിലും തുറക്കും, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണോ അതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഭാര്യ എന്റെ ഫ്രണ്ട്സിനെയും എന്റെ ഭാര്യയുടെ ഫ്രണ്ട്സിനെയും ഞങ്ങളെ സഭയെല്ലാം അറിയിക്കാനിടയായി. അങ്ങനെ എല്ലാവരും ഞങ്ങളെ സഹായിക്കാനിടയായി. എന്റെ ഫ്രണ്ട്സ്, എന്റെ ഭാര്യയുടെ ഫ്രണ്ട്സ്, എന്റെ സഭ, പിന്നെ എന്നെ അറിയാത്ത പലരും എന്നെ സഹായിക്കാനിടയായി. എന്റെ അക്കൗണ്ടില് 0 ബാലൻസ് ആണ് എന്റെ അക്കൗണ്ട്. ലക്ഷങ്ങൾ വരുവാൻ തുടങ്ങി. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാനിടയായി. തിരുവനന്തപുരം പട്ടത്തുള്ള SUT ഹോസ്പിറ്റലിലാണ് സർജറി ചെയ്യാനിടയായത്. അങ്ങനെ ഫസ്റ്റ് ക്രോസ് മാച്ച് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴെല്ലാം എല്ലാം മാച്ചിങ് ആയിരുന്നു. എന്റെ പപ്പയുടെ കിഡ്നി ആയിരുന്നാലും എന്റെ കിഡ്നി ആയിരുന്നാലും മാച്ചിങ് ആയിരുന്നു. അങ്ങനെ സർജറിയുടെ തലേ ദിവസമായി. അപ്പോഴും എന്റെ ഉള്ളിൽ ചിന്തയുണ്ടായിരുന്നു, ദൈവത്തിനെന്നാലും എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഈ ഒരു സർജറിയിലൂടെ ആണല്ലോ എനിക്ക് വിടുതൽ കിട്ടുന്നത്. അപ്പോ എന്റെ ഉള്ളിൽ ചിന്തയെന്ന് പറഞ്ഞാല്, കാശ് കൊടുക്കുന്നു, ഡോക്ടർമാർ സർജറി ചെയ്യുന്നു, ഇതിലെവിടെയാണ് ദൈവപ്രവൃത്തി? ദൈവത്തിനല്ലാതെ ഒരു വിടുതൽ തന്നുകൂടായിരുന്നു? ഇതിലെവിടെയാണ് ഒരു ദൈവപ്രവൃത്തി? എങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ച് ഈ സർജറിയുടെ തലേ ദിവസം ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനോ അങ്ങനെ ഒന്നും ഇരുന്നില്ല. സഭ അപ്പോഴും എനിക്ക് വേണ്ടി എല്ലാവരും ഉപവാസത്തിലാണ്. എന്റെ ഭാര്യ ആ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഞാൻ സിമ്പിളായിട്ട് ഫോണും നോക്കി ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ രാവിലെ മുതലേ എന്റെ ഭാര്യ എന്നോട് പറയുന്നു, "അച്ചാച്ച കുറച്ചെങ്കിലും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. പ്രാർത്ഥിക്കെന്ന്" പറഞ്ഞു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനിങ്ങനെ ഫോൺ നോക്കി കിടക്കുവായിരുന്നു. എന്റെ ഉള്ളിലെ ചിന്ത എന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ് കൊടുക്കുന്നു, ഡോക്ടർമാർ സർജറി ചെയ്യുന്നു. ഇതില് ദൈവപ്രവൃത്തി ഇല്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവത്തിനൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോഴെന്റെ ഭാര്യ പറഞ്ഞു, "അച്ചാച്ചന് ജിതിനെ അറിയാമോ?" എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "അറിയാം, ജിതിനെ അറിയാം." ഈ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ തൊട്ടടുത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. എന്നെക്കാള് 5 വയസ്സ് കുറവുള്ള ഒരു സഹോദരനാണത്. ഞാൻ പറഞ്ഞു, "അറിയാം, കുഴപ്പമില്ല. എന്താണ്?" ജിതിന് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞതാണ്. ജിതിനും അച്ചാച്ചനെ പോലെ ജിതിന്റെ ഫാദറാണ് കിഡ്നി കൊടുത്തത്. പക്ഷെ ആ സർജറി സമയത്ത് ആ പിതാവിന്റെ കിഡ്നി മകന്റെ ശരീരത്തിൽ വെച്ചപ്പോൾ തന്നെ അത് റിജക്റ്റ് ആയി പോയെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും കേട്ടൊന്ന് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ്, "എന്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണം." അത് എനിക്ക് ദൈവം തന്നൊരു തിരിച്ചറിവായിരുന്നു. കാരണം നമ്മളിപ്പോ ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയാലോ, നമ്പർ 1 ഡോക്ടർ നമ്മളെ ചികിത്സിച്ചാലോ, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ മരുന്ന് നമ്മൾ കഴിച്ചാലോ, സൗഖ്യം വരണമെങ്കിൽ അത് കർത്താവ് വിചാരിക്കണം. എങ്കിൽ മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ ഒരു തിരിച്ചറിവ് ദൈവം എന്റെ ഹൃദയത്തിൽ തരുവാൻ ഇടയായി. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ എന്റെ സർജറി ഭംഗിയായി കഴിയുവാൻ ഇടയായി. എന്റെ പിതാവിന്റെ കിഡ്നി എന്റെ കിഡ്നിയുമായിട്ട് ശരീരത്തിൽ ഘടിപ്പിക്കുമ്പോൾ തന്നെ യൂറിൻ പോകുവാൻ ഇടയായി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു, ഇത്രയും നാളത്തെ സർജറിയിൽ ഇതൊരു അത്ഭുതമാണ്. കാരണം ഈ വെച്ച ഉടനെ തന്നെ ആ യൂറിൻ ഔട്ട്പുട്ട് പോയത് ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞു ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞാന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യവാനായി. ഞാനൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തോട്ടൊക്കെ പോകാനും എല്ലാം ടൂ വീലർ എല്ലാം ഓടിക്കാനൊക്കെ തുടങ്ങി. എന്റെ ഭാര്യ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കുവാനും തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനും എല്ലാം ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവം എനിക്ക് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ പിന്നെ ആയപ്പോള് എനിക്ക് എന്റെ ചിന്ത എന്ന് പറഞ്ഞാല്, എനിക്ക് ജോലിക്ക് പോണം. ഭാര്യയെ സഹായിക്കണം. പപ്പയെ നോക്കണം. കുഞ്ഞിനെ നോക്കണം. അപ്പൊ എനിക്ക് ജോലിക്ക് പോണം. എനിക്കെന്തോ ഒരു ഈഗോ പോലെ ഈഗോ തോന്നി ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു ചിന്ത വന്നു. എന്നാൽ ഇത്രയും വിടുതൽ നൽകിയ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന് തോന്നല് വന്നു. ജോലിക്ക് പോണം എന്നുള്ളൊരു തോന്നല് വന്നു. ഈ ഈ ലോകപരമായിട്ടുള്ള ചിന്ത എന്റെ ഉള്ളിൽ കടന്നു വന്നു. ഞാന് ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാതെ ലോകപരമായിട്ടുള്ള ഈ ജോലി, ഈ സമ്പാദിക്കണം, അങ്ങനെയുള്ള രക്ഷപ്പെടണം എന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ 2 വർഷത്തിന് ശേഷം എനിക്കൊരു ജോലി ലഭിക്കുവാൻ ഇടയായി. അങ്ങനെ ആ ജോലിക്ക് ഞാൻ പോയി. കളക്ഷന്റെ ഒരു ജോലിയാണ്. ഒരു ദിവസം ഒരു 50 കിലോമീറ്റർ ബൈക്ക് ഓടിക്കേണ്ടി വരും. എങ്കിലും കുഴപ്പമില്ല. വീട്ടില് വെറുതെ ഇരിക്കണ്ട. പറയുമ്പോ ഒരു ജോലിയായി എന്നുള്ളൊരു തോന്നല് ഉള്ളത് കൊണ്ട് ജോലിക്ക് കടന്നു പോകാനിടയായി. ആ ജോലിക്ക് പോകുമ്പോഴെല്ലാം ബൈക്ക് ഓടിക്കുമ്പോഴെല്ലാം എന്റെ വലത് കൈയും കാലും എല്ലാം ഒരു തളർന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ അത്ര കാര്യമാക്കിയില്ല. കാരണം ഇത്രയും 2 വർഷം അടുപ്പിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തോന്നുന്നതാവാം എന്ന് കരുതി അത്ര ശ്രദ്ധിക്കാതെ ഞാൻ വണ്ടി ഓടിക്കാനിടയായി. അങ്ങനെ ആ ജോലിയില് എനിക്ക് 9 ദിവസം മാത്രമേ ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം എന്റെ ജീവിതത്തില് സ്ട്രോക്ക് വരാനിടയായി. എന്റെ വലത് കൈയും കാലും തളർന്നു പോയി. എന്നാൽ ഇത് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊന്നും വന്നിട്ടില്ല. ഞാന് അന്നൊരു ഞായറാഴ്ചയായിരുന്നു.
രാവിലെ സഭാരാധനയ്ക്ക് കടന്നു പോയി. എന്റെ ഭാര്യയെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് വീട്ടിലായപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബലക്കുറവ് തോന്നി. ഞാനങ്ങനെ എന്റെ ചർച്ചിലെ തന്നെ 2 സഹോദരന്മാരെ വിളിച്ച്, എനിക്കിങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞ്, അങ്ങനെ അവർ രണ്ടുപേരും കൂടി തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. CT സ്കാൻ എടുത്തപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങനെ എന്നെ അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അന്ന് ഡ്യൂട്ടിക്ക് നിക്കാതെ തന്നെ ഒരു അരമണിക്കൂറിന് ശേഷം എന്റെ ഭാര്യയും വീട്ടിലേക്ക് കടന്നു വരാനിടയായി. ഭാര്യ വന്നപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ കിടക്കുവാണ്, അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, കൈയും കാലും അനങ്ങുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏകദേശം ഒരു ഒരു 5, 6, 7, 8 മണി ആയപ്പോൾ എന്റെ കൈയും കാലും പൂർണ്ണമായും തളർന്നുപോയി. വലത് കൈയും വലത് കാലും. അങ്ങനെ എന്റെ ചർച്ചിലെ പാസ്റ്ററും ഭാര്യയും വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പൊ പാസ്റ്റർ ഭാര്യ പറഞ്ഞു, ഇത് സ്ട്രോക്ക് ആണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയായി. മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരുന്നു. കാരണം ഈ സ്ട്രോക്ക് വന്ന പല രോഗികളെയും കിടത്തുവാൻ സ്ഥലമില്ലാതെ അവർ ട്രോളിയിൽ തന്നെ കിടത്തിയിരിക്കുന്ന അവസ്ഥ നേരിട്ട് കാണുവാനിടയായി. അങ്ങനെ എന്റെ ഭാര്യ ശ്രീചിത്രയിലാണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഭാര്യ അപ്പോഴും അവിടുത്തെ ഒരു മേഡത്തിനെ വിളിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ഒരു ബെഡ് അറേഞ്ച് ചെയ്യാൻ ഇടയായി. അന്ന് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടക്കാതെ തന്ന ടാബ്ലറ്റും കൊണ്ട് വീട്ടിലേക്ക് വരുവാൻ ഇടയായി. പിറ്റേ ദിവസം ശ്രീചിത്രയിൽ പോയി അവിടെ MRI എല്ലാം എടുത്തു. MRI എടുത്തപ്പോഴാണ് മനസ്സിലായത് ബ്രെയിനിലോട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വെയിൻ ബ്ലോക്കായി. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രോക്ക് വന്നതെന്ന് ഡോക്ടർ പറയാനിടയായി. അങ്ങനെ ഒരാഴ്ച ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഡോക്ടർ എന്റെ റിസൾട്ട് കണ്ടിട്ട് എന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഇത് മേജർ സ്ട്രോക്ക് ആണ് വന്നത്, സംസാര ശേഷി പോലും നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. എന്നാൽ ഞാൻ സംസാരിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാലിൽ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ കുറഞ്ഞത് 1 വർഷം പിടിക്കുമെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ വന്ന് എന്നോട് ഇങ്ങനെ പറയാനിടയായി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ കാലിലെ ചെറുവിരൽ അനക്കാൻ കുറഞ്ഞത് 1 വർഷം, അപ്പൊ നടക്കാൻ എത്ര വർഷം എടുക്കും? 10 വർഷം അല്ലെങ്കിൽ 15 വർഷം, ചിലപ്പോ നടന്നില്ലെന്ന് വരാം. ഞാൻ പക്ഷെ അതൊന്നും കേട്ടിട്ട് ഭയന്നില്ല. കാരണം മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ഉയിർപ്പിച്ചവനാണ് എന്റെ ദൈവം. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല എന്ന് എന്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാനിതൊന്നും കേട്ട് ഭയന്നില്ല. ഭാര്യയോട് ഞാൻ പറഞ്ഞു, ആ ഡോക്ടർമാർ അവർ പഠിച്ച കാര്യം പറയുന്നില്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു. ഭാര്യ അങ്ങ് വീട്ടിലേക്ക് കടന്നു പോയി. അതിനുശേഷം ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ. ദൈവവിളി ഉണ്ടെങ്കിലും അതിനൊന്നും പ്രാധാന്യം നൽകാതെ പലപ്പോഴും ലോകത്തിന്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ കിടക്കയിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു. കർത്താവെ, എന്നെ ഈ കിടക്കയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാം. അത്രയും നാളും പാസ്സാവുന്ന ഇഷ്ടമില്ലാത്ത ഞാൻ ആ കിടക്കയിൽ വെച്ച് തീരുമാനമെടുത്തു, കർത്താവിന്റെ വേല ചെയ്തോളാം. അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുവാൻ ഇടയായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി ഭവനത്തിലേക്ക് പോയി. അപ്പൊ എന്റെ ഭാര്യയുടെ ഉള്ളിൽ ഒരു ഭാരമുണ്ട്. ഞാൻ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഒരു ഭാഗം തളർന്നു പോയി. ഇപ്പൊ ആദ്യമൊക്കെ ബന്ധുക്കളൊക്കെ കാണും. പിന്നീട് എന്നായിരുന്നാലും ഒറ്റയ്ക്കല്ലേ എല്ലാ കാര്യങ്ങളും താൻ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ. അതിനെപ്പറ്റി ചിന്തിച്ച് വളരെയധികം ഭാരപ്പെട്ട് ഇരിക്കുകയാണ് എന്റെ ഭാര്യ.
എന്നാൽ ഞാന് വളരെ കൂളായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ വീടെത്തുമ്പോൾ നീ നോക്കിക്കോ, ഞാൻ നടന്ന് വീട്ടിൽ കയറുമെന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തിന്റെ ഉറപ്പിലാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ വലത് കാല് വെച്ച് നടന്ന് എന്റെ വീട്ടിൽ കയറുവാൻ ദൈവം എന്നെ ഇടയാക്കി. സ്തോത്രം. ഇത് എന്റെ മനോധൈര്യം കൊണ്ടോ, അല്ലെങ്കിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മിടുക്ക് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ കഴിച്ച മരുന്നിന്റെ ശക്തി ഒന്നും കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കന്ന് നടന്നു പോകാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഞാൻ അനേക സഭകളിൽ പോയി എന്റെ സാക്ഷ്യം പറയാൻ ഇടയായി, വചനം ശുശ്രൂഷിക്കാനൊക്കെ ഇടയായി. എങ്കിലും എന്റെ ഉള്ളിലൊരു ഭാരം ഉണ്ടായിരുന്നു. എനിക്ക് വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. എങ്കിലും എന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് പഠിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഞാനൊരു സ്നാനവുമായി ബന്ധപ്പെട്ട് എന്റെ പഴയ എ.ജി ചർച്ചിലേക്ക് ഞാൻ കടന്നു പോയി. അപ്പൊ അവിടുത്തെ എന്റെ ഒരു ആത്മീയ സഹോദരനുണ്ട്. ആ സഹോദരൻ പറഞ്ഞു, ചേട്ടാ, ചേട്ടന് ബൈബിൾ കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ എന്റെ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. എങ്കിലും ഞാൻ ആദ്യം ആ സഹോദരനോട് ചോദിച്ചത് ഫീസ് എത്ര എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം ആ സഹോദരൻ പറഞ്ഞു, ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്, എല്ലാ ഞായറാഴ്ചകളിലും മാത്രമേ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പഠിക്കുവാൻ ഞാനും എന്റെ ഭാര്യ ഒരുമിച്ച് കടന്നുപോയി. ഇപ്പോഴും ഞങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ BTH സെക്കൻഡ് ഇയർ ആയി. തിരുവനന്തപുരത്ത് വട്ടപ്പാറയുള്ള ആൽഫ ബൈബിൾ കോളേജിലാണ് പഠിക്കുന്നത്. IPCയുടെ PJ ഡാനിയൽ സാറിന്റെ അണ്ടറിൽ വരുന്നതാണ് ആ കോളേജ്. സാറാണ് അവിടുത്തെ ഡയറക്ടർ. ഇപ്പോൾ ദൈവവചനം ഞങ്ങൾ കുടുംബമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ എന്റെ സാക്ഷ്യം പറയാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇപ്പോൾ ദൈവം ഞങ്ങളെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ കൃപയാൽ. സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ് വിളിച്ചു. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേല അനേക സ്ഥലങ്ങളിൽ പോയി ചെയ്യുവാൻ കുടുംബമായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോട് കൂടെ ആയിരുന്നതിൽ ഒത്തിരി സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. പ്രിയ ലിജു ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യേശുവേ, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. മഹാപരിശുദ്ധന്റെ ചെറിയമാനുമായി ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് കർത്താവേ, അങ്ങനെയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ജോയ്സ് TV കർത്താവേ, ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവേ, അവിടെ കഴിയുന്ന വലിയൊരു ഭാഗ്യത്തെയും കൃപയോർത്ത് കർത്താവേ, അങ്ങനെയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇതിലായിരിക്കുന്ന കർത്താവ് പ്രേക്ഷകരെല്ലാം കർത്താവേ, അങ്ങനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. അവരായിരിക്കുന്ന കർത്താവേ, എന്തെങ്കിലും കർത്താവ് പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവേ, അതിന്റെ മധ്യ കർത്താവിന് പ്രവർത്തിക്കുമാറാകുന്ന ആശ്വാസ സന്തോഷം കർത്താവേ അവിടെ നൽകുമാറാകുന്നു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് ജോയ്സ് TVയിലെ കർത്താവേ, എല്ലാ പ്രവർത്തനയും കർത്താവിന്റെ ദാസനെയും കർത്താവേ, അവിടുത്തെ കുടുംബമായ കർത്താവിന്റെ ധാരാളം അനുഗ്രഹിക്കുമാറാകുന്ന അവിടെ ശുശ്രൂഷകളെല്ലാം കർത്താവേ, അവിടെ ധാരാളം അനുഗ്രഹിക്കുമാറാകുന്ന ഇനി കർത്താവേ, ഈ ചാനലിലൂടെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവേ, പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകുന്ന കർത്താവേ, ഈ ചാനലിനെ അനുഗ്രഹിക്കുന്നതിനെ കർത്താവേ, അനേകം പേർ കർത്താവേ ഈ ചാനലിലെ സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവേ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവേ അന്ന് സഹായിക്കണമേ കർത്താവേ. അനേക പിന്മാറ്റക്കാർ കർത്താവേ ഇതിലുള്ള സാക്ഷ്യങ്ങൾ കണ്ട് കർത്താവേ ദൈവസന്നിധിയിലേക്ക് കർത്താവേ മടങ്ങി വരുന്ന കർത്താവേ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. അടിയന്റെ പ്രാർത്ഥനകൾ യാചനകൾ കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടു തരണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.